കള്ളം കയറിയാൽ പോലും അറിയത്തില്ലല്ലോ. ഞാനിവിടെ എത്ര നേരമായി വന്നിട്ടെന്നറിയാവോ? അങ്ങനെയൊന്നും കള്ളം കയറത്തില്ല. കയറത്തില്ലല്ലേ? നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട കേട്ടോ. എന്നാ പരിപാടിയായിരുന്നു? പേരയ്ക്ക തിന്നുമായിരുന്നു വിളക്കൊക്കെ കത്തിച്ചിട്ട്. അത് ശരി. ഞാനിവിടെ വന്ന് 5 മിനിറ്റോളമായി ഞാൻ വന്നിട്ട്. എൻ്റെ ഒച്ചയൊന്നും കേട്ടില്ലേ? വർത്തമാനം പറയുന്നതൊന്നും ഇല്ല. അമ്മ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വർത്തമാനം പറഞ്ഞൊന്നും അമ്മ അറിഞ്ഞില്ല. കുളിയൊക്കെ കഴിഞ്ഞ് പേരയ്ക്കയൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചല്ലേ. പിന്നെ മിറ്റമൊക്കെ വൃത്തിയാക്കിയോ? നല്ല അടിപൊളിയായിട്ട് മിറ്റമൊക്കെ കിടക്കുന്നു. തൂത്തുവാരി വൃത്തിയാക്കി അല്ലേ? ഞാൻ ഓർത്ത് ഇനി വിഷു പ്രമാണിച്ചേ, വിഷു അല്ലേ വരുന്നത്, അതുകൊണ്ട് 14 തീയതി അതിൻ്റെയാണോ മിറ്റമല്ല നല്ല ഭംഗിയായിട്ട് ഒരുക്കി പറക്കൊക്കെ ഇട്ടേക്കുന്നതെന്ന് ഓർത്തു. ഒരുക്കി പറക്കി വൃത്തിയായിട്ടിടും. രാധമുട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും നല്ല തെളിച്ചം കേട്ടോ. നല്ല തെളിച്ചവുമാണ്. മിറ്റവും പരിസരവും എല്ലാം എപ്പോഴും അമ്മ തൂത്തുവാരി വൃത്തിയാക്കിയിടും. രാവിലെയും വൈകിട്ടും അമ്മ മിറ്റം തൂത്തുവാരിയിടും. അത് അമ്മയ്ക്കൊരു ഭയങ്കര ഒരു ശീലം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് എപ്പം വന്നാലും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് തേച്ചും മെഴുക്കാതെ മിറ്റം തൂക്കാതെ പരിക്കാനും തൂക്കാതെ ഒന്നും ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്ര വയ്യെങ്കിലും ഞാനതെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിടും. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പം തന്നെ എനിക്ക് പ്രത്യേക ഒരു മനസ്സിനൊരു സന്തോഷം തോന്നി. ഇത്രയും പ്രായമുള്ള അമ്മ ഇത്രയും വൃത്തിയായിട്ട് പേരെയും മിറ്റവും വൃത്തിയാക്കിയിട്ടേക്കുന്ന കണ്ടപ്പോൾ അതിനൊരു ബിഗ് സല്യൂട്ട് അമ്മയ്ക്ക് തരേണ്ടത് തന്നെയാണ്. എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് നല്ല മനോഹരമായിട്ട് തന്നെയാണ് വീടിട്ടേക്കുന്നത് കേട്ടോ. വീടും മുറ്റവും പരിസരവും അല്ലാതെ വല്ല ചോറുമൊക്കെ ഉണ്ടോ? ഞാനിന്ന് ഇവിടെ തങ്ങാനായിട്ടാണ് വന്നത്. ഞാൻ എപ്പോൾ ആര് വന്നാലും 1-2 പേര് വന്നാലും കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി വെക്കും. ആണോ? അതേപ്പറ്റി ഞാൻ മെറക്കാറേ ഇല്ല. സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? സ്പെഷ്യലൊന്നും ഇല്ല അല്ലേ? നാളെ അമ്പലത്തിൽ പോകണം, അത് കാരണം ഇറച്ചി മീനൊന്നും കൂട്ടുന്നില്ല. അത് ശരി. പൊങ്കാല അമ്പലത്തിലെ പൊങ്കാല അല്ലേ? പൊങ്കാല ഇടുന്നില്ല, പോയി തൊഴുതണം. തൊഴുതിട്ട് വരുന്നതിന് 2 ദിവസമായിട്ട് നോയമ്പ. അത് ശരി. എന്നാൽ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. ചക്കക്കുരു മാങ്ങയുണ്ട്, അടിപൊളി അല്ലേ? അത് മാത്രം മതിയല്ലോ. അതും വേണ്ട, പിന്നെ വേറെ എന്നാ വേണം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ ചക്കക്കുരു മാങ്ങ. അത് മതി. മുട്ട ഇരിപ്പുണ്ട്, വേണമെങ്കിൽ പൊരിച്ച് നിനക്ക് തരാം. ആയിക്കോട്ടെ, സന്തോഷം. മാളക്കുട്ടി പപ്പായും കൂടെ വരുന്നുണ്ട് കേട്ടോ. മാളക്കുട്ടി സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണ്. നല്ല വെയിലായതുകൊണ്ട് പപ്പ എന്നെ ഒന്ന് കൊണ്ടുവരാൻ വരണമെന്ന് പറഞ്ഞു. അയ്യോ, ഭയങ്കര സന്തോഷത്തിലുള്ള വരവാണ് കേട്ടോ. ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് നടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതൊരാൾ വന്നതാ. പരീക്ഷ എളുപ്പമായിരുന്നോ? കിച്ചും പോയോ പരീക്ഷ? അവനും പരീക്ഷ വിളിച്ചു. അന്നേരം ഇവിടെ വേറെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അച്ചമ്മ കയറി ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടോ. വന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു. ഉച്ച സമയത്താണ് വെയിലത്ത് കയറി വന്നത്. എങ്ങനെയാ കൊച്ചേ? അന്നേരം ഹാപ്പിയാണോ? പരിപാടിയല്ല. അയ്യ, അതിന്റെ സന്തോഷം അറിയാനും ഉണ്ട്. ഇനി ആർക്കും പരീക്ഷയില്ല. ഇനി പിള്ളേർക്കെല്ലാം 2 മാസത്തേന് സ്വാതന്ത്ര്യം. അടിച്ചു പൊളിച്ചിരിക്കാം. അതെ അതെ. ഇനി സ്വാതന്ത്ര്യമായിട്ട് വർത്താനം പറയാം, കളിക്കാം, ചിരിക്കാം, എവിടെയെങ്കിലും പോണെങ്കിൽ പോകാം അല്ലേ? ഉണ്ടല്ലേ? അച്ഛമ്മ വന്നിട്ട് 10 മിനിറ്റോളം ആയി. അപ്പൊ മോളെ, നമ്മുടെ ഇവിടുത്തെ ഈ സ്കൂളിലെ എല്ലാ പഠിത്തങ്ങളും കഴിഞ്ഞു. ലാസ്റ്റ് ദിവസം ഇനിയിപ്പോ എന്തെങ്കിലും അത്യാവശ്യം സർട്ടിഫിക്കറ്റ് മേടിക്കാനോ പിന്നെ അതുപോലെ അധ്യാപകർ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലോ ഒക്കെ പോയാൽ മതി. അപ്പൊ 12 വർഷം ഇവിടെ തന്നെ പഠിച്ചു. ഉപ്പാറ തന്നെ പഠിച്ചു. ഉപ്പാറയല്ല, ഇടയ്ക്ക് നമ്മൾ ചങ്ങനാശ്ശേരി ഒരു 3 വർഷത്തേന് പോയി. അങ്ങനെ ആ വിശാലമായ ആ കാലഘട്ടം കഴിഞ്ഞു. മഠത്തിലൊക്കെ പഠിച്ചപ്പോൾ ഞാൻ ബൈക്കിന് ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോയതൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. എന്ത് പെട്ടെന്നല്ലേ? അതെ. ഇപ്പൊ ലാസ്റ്റ് ദിവസവും ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർമാരൊക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ എല്ലാം വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന്. പഴയ കാലമല്ലല്ലോ. അതെ. അപ്പോൾ എന്തായാലും മോളു ഈ 12 കൊല്ലക്കാലം
ആ നഴ്സറിയിലെ കൂട്ടുവാണേൽ 10-13 14 കൊല്ലമായി നഴ്സറിയും കൂടെ കൂട്ടുവാണേ. ആ വർഷക്കാലം എല്ലാം നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്ത് പഠിച്ചിറങ്ങി. അതെ, അല്ലേ? നമുക്ക് മനസ്സിന് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളുകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ വഴി കൂടെ പോകുമ്പോഴും ഒന്നും ഒരു പേദോഷമൊന്നും കേൾപ്പിക്കാതെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു കുട്ടിയായിട്ട് ഈ ഭാഗത്തൊക്കെ വളർന്നു പറക്കി ഒരുപാട് പിന്നെ രക്ഷാകർത്താക്കൾ വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേരുണ്ട്. വണ്ടിയും വെള്ളമൊക്കെ ആയിട്ട് വന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോന്നു. വളരെ സന്തോഷമുണ്ട്. പിന്നെ കൊച്ചിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. ആണോ? എന്നാന്ന് വെച്ചാൽ ഇന്നിപ്പോ ലാസ്റ്റത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമല്ലേ, ഇത്രയും ദിവസം കൊച്ചിന്റെ ഒരു സന്തോഷം. അല്ല, ഇത്രയും ദിവസം ഉറക്കളച്ചൊക്കെ ഇരിക്കില്ലായിരുന്നോ? ഉറക്കളച്ച സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ വിളിക്കുമ്പോഴത്തേന് ഇച്ചിരി കഴിയട്ടെ, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പഠിക്കുകയൊക്കെ ആയിരുന്നു. വെളിച്ചം കാണുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. മുറിക്കകത്ത് തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു. സാധാരണ കുട്ടികളെ പോലെയല്ല, മാളക്കുട്ടിക്ക് മുറിക്കകത്തിരുന്നാലേ പഠിത്തം വരുള്ളൂ. അതുകൊണ്ട് മുറിക്കകത്തിരുന്ന് പഠിക്കുമായിരുന്നു. ഇനിയിപ്പം അവിടെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് ഞാനും കുട്ടനും കൂടെ പ്ലാൻ ചെയ്ത് മേടിച്ചാൽ കേട്ടോ. കൊച്ചിൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ്. അതെന്നാന്ന് വെച്ചാൽ നമുക്ക് മാളക്കുട്ടിക്ക് കൊടുക്കാം. ലാസ്റ്റ് ദിവസം വന്നപ്പം അച്ഛമ്മയും വന്നിട്ടുണ്ട്. കൊച്ചിന് ഇരട്ടി സന്തോഷമായി. അതെ, എനിക്കൊരു 3-4 പവന്റെ ഒരു മാല മേടിച്ച് കൊടുക്കണമെന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് കൊടുക്കാം. റിസൾട്ടിന്റെ തന്നെയല്ല, 3-4 പവന്റെ ഒരു മാല മേടിച്ച് കൊടുത്തേക്കാണ് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്റെ പൈസ തയ്യല്ല, 200 രൂപ എന്റെ ഉള്ളായിരുന്നു. 200 രൂപയും കൊണ്ടാണ് 4 പവന്റെ സ്വർണം മേടിക്കാൻ പോയത് കേട്ടോ. അപ്പൊ ആ 200 രൂപയുടെ തികച്ച് ഞാൻ സമ്മാനം മേടിച്ചിട്ടുണ്ട്. മാളുക്കുട്ടിക്ക് ഇതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. അതുകൊണ്ട് അത് മാളുക്കുട്ടിയെ ഏൽപ്പിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇന്ന് പരീക്ഷ തീരെ ഒന്നും കഴിക്കാൻ മരുന്ന് തേക്കാൻ പോണ്ട. അന്നേരം ഇപ്പോഴും പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ അതുകൊണ്ട് മുട്ടായി പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും +1 എഴുതിയ എക്സാംസ് ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. +2 എക്സാം എന്ന് പറയുമ്പോ ഈ ഒരു വർഷം എന്ന് പറഞ്ഞിരിക്കുന്ന സർക്കാർ ഉത്തരവ് ഇട്ടേക്കുന്നേ പിള്ളേർക്ക് ആർക്കും വെറുതെ ഒരു മാർക്ക് പോലും കൊടുക്കണ്ട. എന്നാന്ന് ചോദിച്ചാ, അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള പിള്ളേര് മറ്റു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോ നമ്മളെ ചുമ്മാ ജയിപ്പിച്ച് വിട്ടിട്ട് അല്ല ചുമ്മാ ജോലി തന്നിട്ട് മറ്റുള്ള പുറകോട്ട് പിന്തള്ളപ്പെടും മറ്റുള്ള ആൾക്കാര്, മറ്റു രാജ്യത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ. ഇച്ചിരി മോഡൽ പോലെ തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം പഠിച്ചാൽ മാത്രം ഒരു മാർക്ക് പോലും അല്ല, 1/2 മാർക്ക് പോലും വെറുതെ തരുകയല്ല. ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള് എല്ലാ എക്സാമിനും. അതെ, 1-2 എക്സാം മാത്രം എളുപ്പമായിട്ടുള്ളതായിരുന്നു. ബാക്കി എല്ലാം പാടായിരുന്നു. എല്ലാവർക്കും അതെ കേട്ടോ, എനിക്ക് മാത്രമല്ല. അത്യാവശ്യം എല്ലാ പിള്ളേരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങനെയായിരുന്നു എക്സാമിന്റെ രീതി എന്നൊക്കെ പറഞ്ഞു തരും. ഭയങ്കര ടഫായിരുന്നു. വിചാരിച്ചിരുന്ന പോലെ ഒന്നും അല്ലായിരുന്നു ക്വസ്റ്റ്യൻ ഒക്കെ വന്നിരുന്നേ. വൺവേർഡൊക്കെ വേറെ രീതിയിലൊക്കെ ആയിരുന്നു തന്നിരുന്നേ. ടീച്ചറായിട്ടുള്ളവരൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം, മനസ്സിലാവും. അങ്ങനെയൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെ വരുമെന്ന്. പേടിയുണ്ട് എല്ലാവർക്കും. പരീക്ഷ ആകുമ്പോഴത്തേക്കാ ടെൻഷൻ. ഇപ്പൊ ഞങ്ങള് +2കാർക്ക് പരീക്ഷ കഴിഞ്ഞിട്ടും ടെൻഷനാ. ഇതെങ്ങനെയാവും എന്നാവും എന്നൊന്നും അറിയത്തില്ല. അത് പിള്ളേർക്കെല്ലാം മനസ്സിനൊരു സന്തോഷം ഇല്ല. അതുകൊണ്ടല്ലേ ജയിക്കുന്ന അടുത്ത മാസം കണ്ട ജയിച്ചെന്ന് പറഞ്ഞ തോറ്റുപോയാലും വിരിയല്ലേ. തോറ്റുപോയാൽ 10 കൊണ്ടുവരും. അപ്പൊ പപ്പാടെ ഗിഫ്റ്റ് എന്നാ നോക്കാം. പപ്പാടെ ഗിഫ്റ്റ് എന്നാ നോക്ക. കേൾക്കാൻ തോന്നുന്നു. എത്ര പെട്ടെന്നാ വർഷങ്ങൾ കൂടിപ്പോയത്. അതെ അതെ, മാളൂരിനെ നേഴ്സറിയിലൊക്കെ കൊണ്ടുവന്ന് ഇപ്പോഴും കണ്ണു നിൽക്കുക അല്ലേ. ഇത് അമ്മയ്ക്ക് തലവേദനയാന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് മാറ്റാൻ മറന്നു. രാവിലെ തൊട്ടേ എനിക്ക് അപ്പടി തലവേദനയായിരുന്നു. BP ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് തോന്നുന്നു. ബർഗറുണ്ട്. ഓ, കൊച്ചിന് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ. ബർഗറുണ്ട്. അതാ ബർഗർ. പച്ചറോട്ട് അച്ഛനത് കഴിക്കത്തില്ല കേട്ടോ. പിന്നെ ഒരു പ്ലം കേക്ക് ഉണ്ട്.
സിറ്റി ബേക്കറിയിൽ നിന്ന് മേടിച്ച് 1/2 കിലോയുടെ അല്ലേ? ചെറുത് അത് മതി. നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തുള്ള സന്തോഷം. ആള് കുറവല്ലേ. ആള് പോലല്ലേ, നമ്മള് 4 പേരല്ലേ ഉള്ളു. നമ്മുടെ ഇവിടുത്തെ ഉപ്പുതറയിലുള്ള എല്ലാ പഠിത്തങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോ അത്യാവശ്യം വല്ല കമ്പ്യൂട്ടറോ എന്തെങ്കിലും പഠിക്കാനായിട്ട് വിട്ടാലേ ഉള്ളൂ. അതല്ലാതെ ഇനിയിപ്പോ കോളേജിലേക്കുള്ള ജീവിതങ്ങളൊക്കെയാണ് ഇനിയും വരും കാലങ്ങളിൽ. അപ്പൊ രാവിലെ ഈ 10-14 കൊല്ലം എന്നും രാവിലെ പോകുമ്പോഴും വൈകിട്ട് ഞാനിവിടെ ഉണ്ടെങ്കിലും അത്യാവശ്യമൊക്കെ തന്നുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്. അത് ഇപ്പൊ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഞാൻ ചോദിക്കാതെ വരുവാന്നുണ്ട്. അത് ഉമ്മ രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ അമ്മയ്ക്കും അപ്പായ്ക്കും ഉമ്മ എടുത്തിട്ട് പോകും. വൈകിട്ട് വരുമ്പോഴത്തേക്കാണ്. വൈകിട്ട് വരുമ്പോ അടുത്തല്ലേ വരുന്നേ, വിശന്നാ വരുന്നേ. അപ്പൊ ഉമ്മ ഒന്നുമില്ല, എന്നേലൊക്കെ തിന്നാൻ തന്നില്ലേ ദേഷ്യം വരും. ചേട്ടായി ഒക്കെയെന്ന് പറഞ്ഞാ ഞാൻ പോകുമ്പോ ഉറങ്ങുമായിരിക്കും. പിന്നെ ചേട്ടായി ആയിരുന്നു എന്നെ, ചേച്ചി +2 പഠിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ ഇവിടെ മഠത്തിൽ നേഴ്സറി അംഗൻവാടി പഠിച്ചത്. നേഴ്സറി ചേച്ചി +2 ചേട്ടായി 8-9 കണ്ടാ. ചേട്ടായിയും ചേച്ചിയും കൂടെ ആയിരുന്നു, 2 പേരും കൂടെ ആയിരുന്നു. ഒരാൾ ബാഗ് പിടിക്കും, ഒരാൾ എന്നെ കയ്യെ പിടിക്കും. ഭയങ്കര കുഞ്ഞ്, 3-4 വയസ്സുള്ളൂ. എന്നെ കൊണ്ടുപോയി നേഴ്സറി ഒക്കെ വിട്ട് ഇത്ര ആക്കിയത് 2 പേരും കൂടെയാണ്. അത് ഈ സമയത്ത് ഓർക്കുന്നു. കൊച്ചിൻ്റെ നഴ്സറി കാലങ്ങൾ കൊച്ചിപ്പോൾ ഓർക്കുകയാണ്. ചേച്ചി ചേട്ടായും കൈ പിടിച്ച് പോയതും കൊണ്ടുവിട്ടതും പോകാൻ നേരം ചേച്ചിക്കും ചേട്ടായിക്കും ഉമ്മ കൊടുത്തതും ഒക്കെ കൊച്ചോർക്കുവാണ്. പിന്നെ പപ്പ പാലക്കാടായിരുന്ന ടൈമില് ചേച്ചിയും ചേട്ടായിക്ക് കൊണ്ടാക്കിയിട്ടുണ്ട്. പപ്പ ലീവിന് ഇവിടെ വരുമ്പോഴൊക്കെ 1 മാസം 2 മാസം ഇവിടെ നിൽക്കാനൊക്കെ വരുമ്പോഴത്തേക്കും എന്നെ എടുത്തോണ്ട് ഈ കാക്കത്തോട് വഴി ഒരു കറക്കം, പിന്നെ എന്നെ എടുത്തോണ്ട് സ്കൂളിൽ കൊണ്ടുപോയി വിടും, സ്കൂളിൽ നിന്ന് വൈകിട്ട് വിളിക്കാൻ വരും. അപ്പൊ ഈ ഒരു എന്റെ നിമിഷത്തിൽ അതെല്ലാം ഒരു ഓർമ്മയാ കേട്ടോ, ഓർമ്മകൾ മാത്രം. അന്നേരം പെട്ടെന്ന് മാളക്കുട്ടി അങ്ങ് വളർന്ന് +2-കാരിയായി അല്ലേ? അത് ചേച്ചി പറയുന്ന കേൾക്കാം. പെട്ടെന്ന് എന്റെ കൊച്ചു വലുതായി, എന്റെ ഒപ്പം എത്തിയവള്. ഞാൻ അത്രയും വിചാരിച്ചില്ല, കാരണം 10-11 വയസ്സിന് ഇളയതല്ലേ. ചേച്ചി വിളിക്കുന്നുണ്ടോ? ചേച്ചി വിളിക്കുന്നുണ്ട്, ചേച്ചി ഇന്നലെ വിളിച്ചായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാനായിട്ട് അമ്മേനെ കൊണ്ട് ഫോൺ ഓണാക്കിച്ചതാ കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഈ എന്നെ നേഴ്സറി ക്ലാസ് തൊട്ട് +2 വരെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. എന്നെ നേഴ്സറിയിൽ പഠിപ്പിച്ച ഒരു ടീച്ചറ്, പിന്നെ ഒരു ടീച്ചർ ഉദയാന്ന് പറയും, ഉദയാൻ ടീച്ചർ പറയും. അത് കഴിഞ്ഞ് മഠത്തിൽ ഒരു സിസ്റ്ററെ പഠിപ്പിച്ച് എനിക്ക് ആ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പേരൊന്നും ഞാൻ മറന്നുപോയി. അന്നൊക്കെ അറിയായിരുന്നു, ഇപ്പൊ മറന്നുപോയി. 4 വർഷമായില്ലേ, 10-11 വർഷമായില്ലേ. അപ്പൊ അതെല്ലാം മറന്നുപോയി. എന്തായാലും ഇവിടെ ഈ ലാസ്റ്റ് +2 വരെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരെയും ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും എല്ലാ അറിവുകളും പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. എനിക്ക് നല്ലൊരു ജോലി കിട്ടാനും മുന്നോട്ടുള്ള ഒരു നല്ല ഭാവി കിട്ടാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. എന്നാ വരണ്ട അമ്മ ഇറങ്ങി ചെല്ലമ്മേ. കയറി പോരെ, സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ ആടുന്ന കാണാനായിട്ട്. ആന്നേ, പെങ്ങക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ, പെങ്ങക്ക് കൊടുക്കാൻ വേണ്ടി. അതിനാ പാത്രമോ? പൂന്തോട്ടം വെയിലല്ലേ? എല്ലാം പുറകിലോട്ടാക്കി, വീടിന്റെ പുറകിലോട്ടാക്കി. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞെടുത്ത് വെക്കാന്ന് വെച്ചു. വെയിലത്തൂന്ന് കയറി വാ. ഇന്നും കൊണ്ട് തീർന്നു. പിന്നെ 2 മാസം അടിച്ചു പൊളിക്കാം. ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ വൈകിട്ട് ഉഷേപ്പച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കേറി വന്നു കേട്ടോ. കാണാൻ വന്നതാണോ? എന്നെ തെരുതെരുന്ന് എന്റെ പപ്പായെ വിളിച്ചൊക്കെ വിളിച്ചിട്ട് ആണോ? തെരുതെരക്കൊന്ന് കയറാനും വരാനും എനിക്ക് പറ്റില്ല. എന്റെ ദൈവമേ, ഇന്ന് ഭയങ്കര വിൽ പവർ ആയിരുന്നു തോന്നുന്നല്ലേ? ഞാനൊന്ന് വന്നിച്ച് പോയി, മകനെയും കണ്ട് നിന്നെയും കണ്ട് അമ്മയും കണ്ട് വീട്ടിൽ ചെന്ന് വീട്ടുപണി ചെയ്യാൻ തുടങ്ങി. വായോ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് വെറുതെ പിന്നെ ഞാൻ കേറിപ്പോ. ഇന്ന് വെള്ളം വരത്തില്ലായിരുന്നോ? വെള്ളം രാവിലെ വന്നു. ആന്നോ? രക്ഷപ്പെട്ടു. വെള്ളം ഇച്ചിരി കിട്ടുന്നു. ഞാൻ വരുന്നില്ല, വെള്ളം പിടിക്കാനിരിക്കും. പറയാ, അതാ ഞാൻ ചോദിച്ചേ. വെള്ളം പിടിക്കണം വെള്ളം പിടിക്കണം. എപ്പ വിളിച്ചാലും വെള്ളം പിടിക്കുക.
എന്റെ പെണ്ണെന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്. പ്രഷർ കുറഞ്ഞു പോകുന്നല്ലേ? തന്നെയാണ് 2 ദിവസമായിട്ട് തലവേദനയാണ്. തലവേദനയൊക്കെ വന്നാൽ 2-3 ദിവസമൊക്കെ എനിക്ക് നിൽക്കും. എന്നിട്ട് 2 പാരസെറ്റാമോളൊക്കെ തിന്നാണ് കുറയ്ക്കുന്നത്. ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെയാണ് തലവേദന കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് ഇരിക്കുമായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞു. പണിയെല്ലാം കഴിഞ്ഞു. ഇന്ന് എന്നെ വെച്ചു. നല്ല അടിപൊളി പോത്ത് കറി വെച്ച് പോത്തിലാട്ടോ, പോർക്ക് കറി. പോർക്ക് കറി വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞി എടുപ്പിട്ടുണ്ട്. കഞ്ഞി വെന്തില്ല, വേഗണം. കുടിക്കാൻ വെള്ളം എടുപ്പ് വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് വിശ്രമത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുക, കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുക കേട്ടോ.